2 മാസം ആകുമ്പോഴാണ് അമ്മയെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഫീഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതും. അത് 2 മാസത്തിലാണ്. 3 മാസത്തിലാണ് സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്ന കുട്ടി മുഖത്ത് നോക്കി ചിരിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ 4 മാസം മുതൽ 6 മാസം വരെയാണ് കഴുത്ത് കുട്ടിയുടെ പൂർണ്ണമായി ഉറയ്ക്കുക. സർ, മെജോറിറ്റി ഓഫ് ദ പേരൻസിന് പുതിയ പേരൻസ് ആകുമ്പോൾ ഡൗട്ട് വരുന്നൊരു കാര്യമാണ്, കുഞ്ഞ് എങ്ങനെയായിരിക്കും ഇനി ഇരിക്കുക, കുഞ്ഞ് എപ്പം നിൽക്കുക, കുഞ്ഞെപ്പം മറിയുക. സോ ഇതൊക്കെ അവർക്ക് ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. സോ ഇതിലിപ്പോൾ സാറിന് എന്താ ഇപ്പോൾ പറയാനുള്ളത്? ഓരോരുത്തർക്കും ഓരോ കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണോ ചെയ്യുക, അതോ എല്ലാ പിള്ളേർക്കും സെയിം ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആണോ? ഓക്കെ, ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഒരേ പാറ്റേൺ ആണുള്ളത്, അല്ലെ, യൂണിവേഴ്സൽ പാറ്റേൺ ആണുള്ളത്. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരാം, എന്നാലും ഒരു പർട്ടിക്കുലർ കണക്കുണ്ട് ഇത്ര സമയമാകുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 മാസം ആകുമ്പോഴാണ് അമ്മയെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഫീഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതും. അത് 2 മാസത്തിലാണ്. 3 മാസത്തിലാണ് സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്ന കുട്ടി മുഖത്ത് നോക്കി ചിരിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ 4 മാസം മുതൽ 6 മാസം വരെയാണ് കഴുത്ത് കുട്ടിയുടെ പൂർണ്ണമായി ഉറയ്ക്കുക. 6 മാസം ആകുമ്പോഴായിരിക്കും കുട്ടി കമിഴ്ന്ന് തുടങ്ങുക. അതുപോലെ 6 മാസം ആകുമ്പോഴായിരിക്കും കുട്ടി പിടിച്ച് കൈ കുത്തി ട്രൈപോഡ് ഫാഷനിൽ ഇരുന്ന് തുടങ്ങുക. പിടിക്കാതെ ഇരിക്കുന്നത് 8 മാസത്തിലാണ്. പിടിച്ച് നിൽക്കുന്നത് 9 മാസത്തിലും അതുപോലെ പിടിക്കാതെ നിൽക്കുന്നത് 12 മാസം കഴിയുമ്പോഴുമാണ്. അതുപോലെ തന്നെ എല്ലാ ഘടകങ്ങളിലും ഇതുപോലെ ഒരു സമയപരിമിതിയുണ്ട്. അതുപോലെ കുട്ടി സംസാരിച്ച് തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു 6 months ഒക്കെ ആകുമ്പോഴായിരിക്കും യൂഷ്വലി മോണോ സിലബിൾസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ, മാമ, പാപ്പ, ലാല അങ്ങനെയുള്ള വാക്കുകളെ പറയും. 9 months ആകുമ്പോൾ അത് ബൈ സിലബിൾസ്, 2 വാക്കുകൾ ചേർത്ത്, 2 അക്ഷരങ്ങൾ ചേർത്ത് പറയാൻ തുടങ്ങും. പാപ്പ, അമ്മ. ആദ്യം ഓരോ അക്ഷരങ്ങൾ പറഞ്ഞ് 2 എണ്ണം ചേർത്ത് പറയാൻ തുടങ്ങുന്നു. 1 വയസ്സാവുന്ന സമയത്ത് വാക്കുകൾ പറഞ്ഞ് 1, 2, 3 വാക്കുകൾ പറഞ്ഞു തുടങ്ങും. ഇതാണ് ഒരു പ്രോപ്പറായിട്ടൊരു ഘടന, ഡെവലപ്മെൻറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ അതിനൊരു പ്രത്യേക സമയപരിമിതിയുണ്ട്. അത് കഴിഞ്ഞിട്ടും ഇത് ഡെവലപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ കാണിക്കേണ്ടതാണ്.